പകരച്ചുങ്ക വിവാദം ആ ഒരു യുദ്ധത്തിൽ ഇപ്പം ചൈനയും വിയറ്റ്നാമോട് ഒന്നിച്ച് നിന്നിട്ട് അമേരിക്കയെ പ്രതിരോധിക്കാനായിട്ട് തീരുമാനിക്കുന്നു. എന്നിട്ട് പറയുന്നു ഞങ്ങൾ ഇനി കൂടുതൽ രാജ്യങ്ങളുമായിട്ട് സഖ്യമുണ്ടാക്കുമെന്ന്. ഇത് ഈ പറയുന്ന വിയറ്റ്നാമിൽ ചെന്നപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ട്രംപ് പറയുന്നത് ഇനി മരുന്നിനുൾപ്പെടെ അവശ്യ സാധനങ്ങൾക്ക് ഉൾപ്പെടെ ഒരു രാജ്യത്തെയും ആശ്രയിക്കാതിരിക്കാനാണ് ഈ പകരച്ചുങ്കം ഞാൻ ഏർപ്പെടുത്തുന്നത്. അപ്പോൾ മെഡിസിനൊക്കെ ഉൾപ്പെടെ ഇൻവെസ്റ്റ്മെൻറ്റ് മൊത്തം ഇനി അമേരിക്കയിൽ നടക്കും. അങ്ങനെയാണോ? അങ്ങനെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ട്രംപിൻ്റെ മുദ്രാവാക്യം മാഗ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. എല്ലാ കാര്യത്തിലും അമേരിക്ക നമ്പർ 1 ആകണം എന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നു. മോദിയുടെ മീഗ, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗൈൻ. എല്ലാ കാര്യത്തിലും നമ്പർ 1 ആകണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. അതിനെ അയാൾ പകരച്ചുങ്കം ഉപയോഗിക്കുന്നു. ഫൈൻ. ചൈനയുമായിട്ടുള്ള ഈ ചുങ്കം താരിഫ് യുദ്ധത്തിൽ അങ്ങനെ ഇപ്പം ചെയ്തിരിക്കുന്നത് മറ്റെല്ലാ രാജ്യങ്ങളുടെയും ഇൻക്രീസ് ചെയ്ത് ചുങ്കം പുള്ളി സ്റ്റേ ചെയ്തു ഫോർ 90 ഡേയ്സ്. 90 ദിവസം പഴയ താരിഫിലേക്ക് പോവാം. ബട്ട് ചൈനയുടെ കുറയ്ക്കില്ല. ചൈനയും പറഞ്ഞു ഞങ്ങൾ 125%, ഇയാൾ പറഞ്ഞു 145%. ലേലം വിളിക്കുന്ന പോലെ എവിടം വരെ പോകുന്നു നോക്കാം. കാരണം ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹ്യൂജ് ഡിഫറൻസാണ്. അമേരിക്കയിൽ നിന്ന് ചൈനയ്ക്കുള്ള എക്സ്പോർട്ടിൻ്റെ 4 ഇരട്ടിയോ മറ്റുമാണ് ചൈനയിൽ നിന്ന് അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഡിപ്പെൻഡൻ്റ് ഓൺ ചൈന എന്നുള്ള സ്ഥിതിയായി. കാരണം ഇടയ്ക്ക് ഈ വില കുറയ്ക്കാനായിട്ട് എടുത്തൊരു പ്രിൻസിപ്പിളാണ്, ഏത് രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്താലാണ് നമുക്ക് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്, അത് ചൈനയിലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അമേരിക്കൻ കമ്പനികൾ ചൈനയിലേക്ക് മാറി. അപ്പോൾ എന്തായി, മാനുഫാക്ചറിങ് സെക്ടർ മൊത്തം ചൈനയിലായി. ചൈനയെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. കമ്പനി അമേരിക്കനാണ്, പക്ഷേ സാധനം ഉണ്ടാക്കുന്നത് ചൈനയിലാണ്. എപ്പോൾ വേണമെങ്കിലും ചൈനയ്ക്ക് അതിൽ കയറി കത്രിക വയ്ക്കാം. ചൈന എന്ത് ചെയ്തു, ഗൂഗിൾ ഉപയോഗിക്കണമെങ്കിൽ, മൈക്രോസോഫ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ ചൈനയുടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതിലൂടെ വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പോൾ അതിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ചൈന അത് കറക്റ്റയിൽ ചെയ്യും. ചൈനയിൽ അന്യഥാ ഗൂഗിളില്ല. ബെയ്ജിങ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഗൂഗിളില്ല, ഫേസ്ബുക്കില്ല, വാട്സാപ്പില്ല. എല്ലാം ചൈനയുടെ സ്വന്തമായ ടെക്നോളജിയുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു തലത്തിലേക്ക് ചൈന വന്ന് കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ നമുക്ക് തന്ന ഡ്രോൺ, അതിൻ്റെ കൺട്രോൾ ചൈന എടുത്തു. അത് വലിയൊരു ഷോക്കായിരുന്നു. മറ്റുള്ള എല്ലാവർക്കും അതൊരു വാർത്തയായിരുന്നു. ഇസ്രായേലിന് അതൊരു ഷോക്കാണ്. ഇസ്രായേൽ അപ്പം തന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് വീണ്ടും അവർക്ക് കൺട്രോളുള്ള ഇതാക്കി അവർ മാറ്റി. ഇതാണ് ചൈനയുടെ ഗെയിം. ഈ ചൈനയുടെ ഗെയിമിന് ബാക്കിയുള്ളവർ കീഴടങ്ങുന്നുണ്ടാകാം, അമേരിക്ക കീഴടങ്ങാൻ തയ്യാറില്ല. അപ്പോൾ ട്രംപ് ചെയ്തത്, നമ്മൾ ഈ ക്യാരം ബോർഡിൽ ഒരുപാട് കോയിൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി, നമുക്കൊരു കൃത്യം ഒരു ടാർഗറ്റ് വെച്ച് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചുമ്മാ അങ്ങോട്ട് അടിയടിക്കും. ഇപ്പോൾ ഈ കോയിനെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ട് വേറൊരു പാറ്റേണിൽ സെറ്റിൽ ചെയ്യും. ഇനിയിപ്പോൾ കളിക്കും, കലക്കുക. ഇതാണ് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത്. സോ ദാറ്റ് ഫൈനലി അമേരിക്കയുടെ കയ്യിൽ തന്നെ ഇതിൻ്റെ വ്യവസായത്തിൻ്റെ മൊത്തം വാണിജ്യത്തിൻ്റെ ഒക്കെ കൺട്രോൾ വരും. കാരണം അമേരിക്ക ഏറ്റവും വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് എന്താണ്? സാമ്പത്തിക ശക്തി, ആയുധശക്തി. ആയുധശക്തിയിൽ ഇപ്പോൾ അവർ ചലഞ്ച് ചെയ്യാൻ തൽക്കാലം ആരുമില്ല. ബട്ട് ചൈന വളരെ വേഗം അടുത്ത് വരുന്നു എന്ന് അവർക്കറിയാം. അതിലവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ ചെയ്യാവുന്നത് കൊമേഴ്സാണ്. ആ കൊമേഴ്സിൻ്റെ കൺട്രോൾ അമേരിക്കയുടെ കയ്യിൽ തന്നെ ഇരിക്കുക. നമ്മളാണെങ്കിൽ ബ്രിക്സ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഡോളറിനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. ട്രംപ് വന്നപ്പോഴാണ് ട്രംപ് പറഞ്ഞത്, ഡോളറിന് പകരം വേറൊരു കറൻസി ഒന്നും ആരും സ്വപ്നം കാണണ്ട കേട്ടോ. അപ്പോൾ ബ്രിക്സിൽ ചൈന ഒഴിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വേറെ കറൻസിയെ പറ്റിയൊന്നും പ്ലാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ബട്ട് ചൈന ഒരു അക്ഷരം വേണ്ടിയില്ല. പ്ലാൻ ചെയ്യുന്നുണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല. വാസ്തവത്തിൽ ബ്രിക്സിൻ്റെ ഉള്ളിൽ ഇന്ത്യ അടക്കം ഉള്ളവർക്ക് ഡോളറിനെ ഒന്ന് ചലഞ്ച് ചെയ്യണമെന്നുണ്ട്. ഡി ഡോളറൈസേഷൻ എന്നൊരു പ്രോജക്റ്റുണ്ട്. ഇതൊക്കെ ട്രംപിന്
ഉറക്കം കെടുത്തുന്ന കാര്യങ്ങളാണ്. അമേരിക്കയുടെ അപ്പർ ഹാൻഡ് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ബട്ട് നമ്മളെ ഭാരതത്തെ ഇത് കാര്യമായിട്ട് ബാധിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭാരതത്തിനും എല്ലാവർക്കും 26% അടിച്ച പുള്ളി ഭാരതത്തിനും 26%. എന്നിട്ട് താഴെ ലിസ്റ്റ് ഓഫ് എക്സ്ക്ലൂഷൻ 26% നിന്ന് ഒഴിവാക്കിയ പഴയ പോലെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ആ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലിസ്റ്റ്. ആ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ ഏകദേശം നമ്മളുടെ സാധനങ്ങൾ മുഴുവൻ പഴയ താരിഫിൽ തന്നെ ഉണ്ട്. കുറച്ച് സാധനങ്ങൾ മാത്രമേ വില കൂട്ടിയത്. കുറച്ച് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവിറച്ചി, അതിൻ്റെ വില വലിയൊരു സാധനമല്ലേ താറാവിറച്ചി. ഇന്ത്യയിൽ തന്നെ കേരളത്തിലും പിന്നെ ആസാമിലോ മറ്റുമാണ് താറാവിറച്ചി. ബാക്കിയൊന്നും താറാവിറച്ചിയില്ല. ഡൽഹിയിൽ പോയിട്ട് താറാവിറച്ചി കിട്ടുമോ? ഡൽഹി, മുംബൈ, കൽക്കട്ട, നോട്ട് ഇൻ ചെന്നൈ, ഐ ഡോണ്ട് തിങ്ക് താറാവിറച്ചി അങ്ങനെ ഒരു ഡിമാൻഡുള്ള സാധനമല്ല. എന്തുകൊണ്ടോ ഇറച്ചിപ്രിയന്മാർ വളരെ കുറച്ച് പേരെ താറാവിറച്ചി കഴിക്കാറ്. ഇതിന് വില കൂടുന്നു. ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് 36 ഐറ്റത്തിന് കൂട്ടി എന്നൊക്കെ പറയും. 36 ഐറ്റമൊന്നും അത്ര വലിയ ക്രിട്ടിക്കൽ ഐറ്റങ്ങളൊന്നുമല്ല. അപ്പോൾ ഫാർമ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഫാർമ ബേസിക്കലി ഇന്ത്യൻ പ്രോഡക്ട്സിൻ്റെ, ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിൻ്റെ പ്രോഡക്ട്സ് എല്ലാം തന്നെ എക്സ്ക്ലൂഷൻ ലിസ്റ്റിലാണ്. ഫാർമ എന്ന് വീശി നമ്മൾ പറയുമ്പോൾ എല്ലാം അതിനകത്ത് പെടും. ബട്ട് നമ്മുടേതായ സാധനങ്ങളുണ്ടല്ല, അതിൽ കൂടുതലും എക്സ്ക്ലൂഷൻ ലിസ്റ്റിലാണ് കിടക്കുന്നത്. അതാരും ശ്രദ്ധിക്കുന്നില്ല. ഈ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽ എന്ന് പറയുമല്ലോ. നമ്മൾ താഴെ ആ ഫൈൻ പ്രിൻ്റൊക്കെ വായിച്ച് നോക്കുമ്പോഴാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന്, അതിന് താഴെ തീരെ ചെറിയ പ്രിൻ്റിൽ ഒരുപാട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാകും. ഇൻഷുറൻസ് കമ്പനിയുടെ പ്രീമിയത്തിലൊക്കെ. ഇത് സൂക്ഷിച്ച് വായിച്ച് നോക്കുമ്പോഴാണ് ഇതിനകത്ത് കുഴപ്പം നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഈ താരിഫിൻ്റെ താഴെയുള്ള ഫൈൻ പ്രിൻ്റ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യമൊന്നും ഭാരതത്തിന് പേടിക്കാനും മാത്രമൊന്നുമില്ല. അതേസമയം ഭാരതത്തിന് പേടിക്കേണ്ട കാര്യം ഈ ഇമിഗ്രേഷൻ, അതിൻ്റെ ലോസ് ടൈറ്റൻ ചെയ്തിട്ട് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാവാം. അവിടെ H1B വിസയിൽ താമസിക്കുന്ന അവർക്ക് പോലും പ്രശ്നമുണ്ടാകാം. അമേരിക്കൻ സിറ്റിസണായിട്ട് പാസ്പോർട്ടൊക്കെ കിട്ടിയ ആളുകൾ കുറവേ ഉള്ളൂ. അത് വലിയൊരു പ്രോസസ്സാണ്. അതിനിപ്പോൾ ട്രംപ് സർക്കാർ പറയുന്നത് 100 വർഷം എടുത്തുനിന്ന് വരും നിങ്ങൾക്ക് പൗരത്വം തരാമെന്നൊക്കെ. എന്നാലും H1B വിസ വെച്ചിട്ട് എല്ലാവരും കംഫർട്ടബിളായിട്ട്, എല്ലാവരുടെയും നോട്ടം തന്നെ അതായിരുന്നു. ഒരു H1B കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ടില്ല എന്നൊരു സിഗ്നൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര്, 20,000 പേര് തിരിച്ചു വന്നു കഴിഞ്ഞു ഇന്ത്യയിൽ. അത് പിന്നെ ഈ വിലങ്ങ് വെച്ചില്ല, C-17 ഫ്ലൈറ്റിൽ വന്നില്ല, ഇതൊക്കെ കൊണ്ട് അതിന് പരസ്യം കിട്ടിയില്ലെന്നുള്ളൂ. എസ്റ്റിമേറ്റഡ് 20,000 ഹാവ് കം ബാക്ക് തിരിച്ച്. ഇനി അവർക്ക് തിരിച്ച് അമേരിക്കയിലേക്ക് പോകാൻ ഒരു പഴുതുണ്ടോ എന്നും എനിക്കറിഞ്ഞുകൂടാ. ആ ഏരിയ കുറച്ച് വിസ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതാണ് ഇന്ത്യക്ക് കിട്ടിയ ഒരു പ്രഹരം എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ ചൈനയും വിയറ്റ്നാമും ഒക്കെ വന്നിച്ച് പറയുകയാണ് ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് എതിർക്കും, ബാക്കിയുള്ള രാജ്യങ്ങളും കൂടെ വരും. അപ്പോൾ എന്താണ് ആത്മവിശ്വാസം ചൈനയ്ക്ക്? അതൊക്കിങ്ങനെ പൊള്ളയായ ആത്മവിശ്വാസം. ആര് വരുമെന്നാണ് ചൈനയുടെ കൂടെ? ചൈനയെ ആരും വിശ്വസിക്കുന്നില്ല, അതാണ് പ്രശ്നം. വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമായിട്ടാണ് ചൈനയെ ഒന്ന് വിശ്വസിക്കാൻ പറ്റില്ല, വേറൊന്ന് ഡെമോക്രസി ഇല്ല, 3 രഹസ്യങ്ങളുടെ കലവറയാണ് ചൈന. അവർ പലപ്പോഴും പരസ്യ പ്രസ്താവന ഇറക്കാറില്ല, പ്രതികരിക്കാറില്ല. ശരി, കുറേയൊക്കെ അത് നല്ലതാണ്. പക്ഷേ ഒന്നും മിണ്ടുകയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. ആ രാജ്യത്തെ സാധനങ്ങളുടെ വില കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരടിമപ്പണി ചെയ്യിക്കുന്നതുകൊണ്ടാണ്, ഇല്ലേ? അതെ, സത്യാവസ്ഥ അതാണ്. ചോദ്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ സപ്രസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന രാജ്യത്തെ നിങ്ങളെങ്ങനെ വിശ്വസിക്കും? നാളെ ഒരു അട്ടിമറിയിലൂടെ ഷീ ജിൻപിങ് പുറത്തായി കഴിഞ്ഞു. ഇടയ്ക്ക് വാർത്ത വന്നിരുന്നു, പുള്ളിക്ക് സുഖമില്ല, എപ്പോൾ വേണമെങ്കിലും മറിച്ചിടാം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അൺപ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് രാജ്യത്തെ ഒരു പരിധിക്കപ്പുറം വിശ്വസിക്കാൻ ആൾക്കാർ തയ്യാറല്ല. ഉത്തര കൊറിയ അങ്ങനെയാണ്. എങ്ങനെ വിശ്വസിക്കും അവനെ? അമ്മാവനെ വെട്ടി പട്ടിക്കിട്ടിട്ടാണ് അവനെ അധികാരത്തിൽ വന്നത്. ഇനി അവനെ വെട്ടിയിട്ട് അവൻ്റെ മകനെ അധികാരത്തിൽ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മൊണാർക്കി അങ്ങനെ പേടിക്കുന്ന ഏർപ്പാടൊന്നുമില്ല. ഇപ്പം സൗദി അറേബ്യ, UAE അതൊക്കെ രാജഭരണത്തിൽ പെട്ടവരാണ്. ഡെമോക്രസി അവിടെ ഇല്ല. ബട്ട് സുതാര്യതയുണ്ട്.
കൺസിസ്റ്റൻസി ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നതിന് നമുക്ക് മുഖവിലേക്ക് എടുക്കാൻ വിശ്വസിക്കാം. ഇവരങ്ങനെയല്ല. അതുകൊണ്ട് ചൈന അവരുടെ സ്വാധീനം ഉപയോഗിച്ച് പലതും ചെയ്യുന്നുണ്ടാകും. ബട്ട് ആത്യന്തികമായിട്ട് ചൈനയ്ക്ക് സക്സസ് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.